ഇനി അജൈൽ മെത്തഡോളജി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികൾക്ക് BSc കമ്പ്യൂട്ടർ സയൻസ്, DCA, BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BTech IT പഠിച്ച കുട്ടികൾക്കൊക്കെ അജൈൽ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അജൈൽ മെത്തഡോളജി അക്രോസ് ദ വേൾഡ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് അജൈൽ മെത്തഡോളജി. എന്റെ ടീമില് ഞങ്ങൾ ഏകദേശം ഒരു 8 പേര് എന്റെ ടീമിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഈ 8 പേര് മാനേജ് ചെയ്യാന്നുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കാണല്ലോ. ഇത് ഞാൻ മാത്രമല്ല, എല്ലാ കമ്പനീസിലും ഞാൻ ഈ പറയുന്ന ഒരു പാറ്റേൺ ആണ് ഓൾമോസ്റ്റ് ഫോളോ ചെയ്ത് പോകുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്നത്, എനിക്കൊരു പ്രൊജക്ട് വരുമ്പോൾ, നമ്മുടെ ടീമിലേക്ക് ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പ്രൊജക്ടിനെ ഡിവൈഡ് ചെയ്യും. ഈ പ്രൊജക്ടിനെ ഡിവൈഡ് ചെയ്തിട്ട് നെക്സ്റ്റ് 2 വീക്സ്, സപ്പോസ് ഇന്ന് മൺഡേ ആണെങ്കിൽ ഈ മൺഡേ മുതൽ ഈ വീക്ക് ആൻഡ് നെക്സ്റ്റ് വീക്ക് കൂടെ ചേർത്ത് നെക്സ്റ്റ് വീക്ക് എൻഡ്, യൂഷ്വലി ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ ഫ്രൈഡേ ആഫ്റ്റർനൂൺ ഒരു ക്ലൈന്റ് മീറ്റിംഗ് വെക്കും. അതായത് 2 വീക്സിന്റെ ഒരു ഡ്യൂറേഷൻ അവിടെ ഉണ്ടാവും. ഈ 2 വീക്സിന്റെ ഡ്യൂറേഷൻ നമ്മളൊരു സ്പ്രിന്റ് എന്ന് പറയും. ടെക്നിക്കലി അതിന് സ്പ്രിന്റ് എന്ന് വിളിക്കുന്നത്. ചില കമ്പനീസിൽ 3 വീക്സ് ആയിട്ട് സ്പ്രിന്റ് ഇടാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്പ്രിന്റ് ഇട്ടിട്ട് ഈ സ്പ്രിന്റ് എൻഡിങ് ആകുന്ന ടൈമിൽ ക്ലൈന്റ് മീറ്റിംഗ് വെക്കുന്നത്. ഈ 2 വീക്സിന്റെ സ്പ്രിന്റിൽ എന്തൊക്കെയാ ചെയ്യണമെന്ന് അറിയാം. മൺഡേ മുതൽ ടീമിനകത്തുള്ള മെമ്പേഴ്സിനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. എന്തൊക്കെ ടാസ്ക് ആണ് ചെയ്യേണ്ടത്? ഇപ്പം എനിക്ക് ചെയ്യേണ്ട ടാസ്ക് എന്തൊക്കെയാണ്? ഞാൻ ബാക്ക് എൻഡ് ഡെവലപ്പർ ആണ്. അപ്പൊ എന്റെ കൂടെ മറ്റുള്ള ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അങ്ങനെ മൺഡേ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ട്യൂസ്ഡേ ഞങ്ങൾ എഴുതുന്ന APIs ആയിരിക്കും നെക്സ്റ്റ് ഡേ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന്റെ കയ്യിലേക്ക് പോകുന്നത്. ട്യൂസ്ഡേ ആകുമ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ഈ APIs ബൈൻഡ് ചെയ്യണം. സോ അവർക്ക് നമ്മളിത് ടാസ്ക് ആയിട്ട് അസൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ വെനസ്ഡേക്ക് അതിന്റെ ബൈൻഡിങ്ങും അതിന്റെ വർക്കായിരിക്കും. വെനസ്ഡേ ഓർ തേഴ്സ്ഡേ കഴിയുമ്പോൾ ഇത് നേരെ ടെസ്റ്ററുടെ കയ്യിലേക്ക് പോകണം. ഇങ്ങനെ ഒരു ചെയിൻ ഉണ്ട്. ഈ ഒരു ചെയിൻ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കും അതൊരു 2 വീക്സിന്റെ സ്പ്രിന്റ് സെറ്റ് ചെയ്യുന്നു. ഈ 2 വീക്സിന്റെ എൻഡിങ്ങിൽ ക്ലയന്റിനെ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മേജർ ആയിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അവിടെയുള്ള ഫീച്ചേഴ്സ് നമ്മൾ അവിടെ ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു. ഇതിപ്പോ ഞാൻ സ്പ്രിന്റ് ആയിട്ട് പറഞ്ഞില്ലേ, ഈ ഒരു സ്പ്രിന്റ് കോൺസെപ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും ഫോളോ ചെയ്ത് പോകുന്നതാണ്.